ഹായ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ രാവിലെ ആദംകുട്ടിനെ കൊണ്ടുപോയി വിടാൻ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ആദംകുട്ടിന് വലിയ ഇഷ്ടമൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട്, പക്ഷേ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയി വിടുകയാണ്. അവിടെ ബസ് കയറാൻ വേണ്ടി നിന്നപ്പോൾ ഉള്ള ആ ഒരു കഥാപ്രസംഗമാണ് ആ കാണുന്നത് കേട്ടോ. സോ അവനെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ഞാനും പപ്പയും കൂടെ എനിക്കൊരു ഐ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഐ ക്ലിനിക്കിൽ. സോ അതിന് ഞാൻ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴികളും കാര്യങ്ങളും ഞാൻ ഒത്തിരി നടന്ന് പോയിട്ടുമുണ്ട്, നടന്ന് കയറി വന്നിട്ടുണ്ട്. ഈ മലകളൊക്കെ താണ്ടിയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. തിരിച്ച് ഐ ക്ലിനിക്കിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ നല്ല അതിശക്തമായ കുത്തിയൊളിച്ചുള്ള മഴയായിരുന്നു കേട്ടോ. സോ ആ മഴയത്താണ് ഞങ്ങൾ തിരിച്ചു വന്നത്. വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ പപ്പേൻ്റെ കലാപരിപാടി മാങ്ങാപ്പഴം, മാവിൻ ചോട്ടിക്കൂടിയെല്ലാം നടന്ന് മാങ്ങാപ്പഴം കളക്ട് ചെയ്തിട്ട് അതിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. കഴിപ്പെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ആദംകുട്ടിനെ കൂട്ടാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ആദംകുട്ടിനെ കൂട്ടി ഞാനൊരു സർപ്രൈസ് ഉണ്ട് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പക്ഷേ പുള്ളിക്ക് അറിയായിരുന്നു, ഞാൻ ഓർഡർ ചെയ്തതൊക്കെ പുള്ളി ഇങ്ങനെ കേട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കറിയാം കേക്കല്ലേ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണോ പുള്ളി നിൽക്കുന്നത്. സോ എന്തായാലും അവനറിയായിരുന്നു. അവന് വലിയ സർപ്രൈസോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, കാരണം പപ്പേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അവൻ്റെ പപ്പേൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അവർ മാത്രം കഴിച്ചാൽ പോരല്ലോ, നമുക്കും കഴിക്കണ്ടേ. സോ അവൻ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും പപ്പയാനെ വലിച്ച് പിടിച്ചെടുത്ത് ചറപറ ഉമ്മ കൊടുപ്പായിരുന്നു കേട്ടോ. സോ ഉമ്മയെല്ലാം കൊടുത്തതിന് ശേഷം അവൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഒരു കവറിലായിരുന്നു, കാരണം അതിൻ്റെ അത് കേക്കാണ് ഇരിക്കുന്നത്. കാരണം പപ്പ ജസ്റ്റ് കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ. സോ അത് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണ്ട എന്നും വിചാരിച്ച്, അവനെ കാണിച്ചിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. സോ രാത്രിയായി ആ കേക്കെല്ലാം ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. അവൻ ചെയ്ത നൈഫിൽ ഞാൻ പിടിപ്പിക്കില്ല, കത്തിയെ പിടിപ്പിക്കില്ല കേട്ടോ. സോ അവൻ തന്നെ കണ്ടിച്ചോളാം. കണ്ടീരല്ല അവിടെ നടന്നത്, അവിടെ വെട്ടാണ് നടന്നത്. സോ മൊത്തം വെട്ടി നല്ല ചെറുപറ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഒന്നും തന്നെ പീസായിട്ട് നമുക്ക് മര്യാദയ്ക്ക് തിന്നാൻ പറ്റിയില്ല, എല്ലാം നമ്മൾ വാരി തിന്നേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല അടിപൊളി കേക്കായിരുന്നു. ആദംകുട്ടൻ ആണ് അതിന് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തത്. സോ എന്തായാലും നല്ല അടിപൊളി കേക്ക്.